ഇപ്പം ഇസ്ലാം പറയുന്നൊരു കാര്യം, അവസാന കാലത്തിൽ ഇതുപോലെ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആൾക്കാർ അധികരിച്ചു വരും. പിന്നെ ജജ്ജാൽ പോലെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ വരാനുണ്ട്. അപ്പം ആരിഫ് അള്ളാഹു കാലേ കൂട്ടി തീരുമാനിച്ച ഒരാളാണെങ്കിലോ വല്ലാഹു അലക്കക്കും വമാ തഅമലൂൻ അല്ലേ, ആരിഫിനെ സൃഷ്ടിച്ചതും ആരിഫിൻ്റെ കർമ്മങ്ങളെ സൃഷ്ടിച്ചതും അള്ളാഹു ആണ്. അപ്പോൾ ഇത് കാലേ കൂട്ടി തീരുമാനിച്ചതാണെന്ന് ഏതെങ്കിലും വിശ്വാസി പറഞ്ഞാൽ ആരിഫ് അതിനെന്ത് മറുപടി പറയും? അന്ത്യകാലം വരുമ്പോൾ ഇസ്ലാമിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകും. അവരുടെ വിശ്വാസം എന്താണ്, വേട്ടമൃഗത്തിൻ്റെ തൊണ്ടയിലൂടെ അമ്പ് ഇറങ്ങി പോകുന്ന പോലെയാണ് ഇറങ്ങി പോവുക, ഇങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്ലാം ക്ഷയിക്കുമെന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രവചനമായിട്ട് പറയുന്നത്. സത്യത്തിൽ ഇത് പറയുന്ന അതേ ആളുകൾ തന്നെയാണ് ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് പറയും ഇസ്ലാമാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം എന്ന്. ഓക്കെ, അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ, ഒന്നുകിൽ ഇത് ശരിയാണ്. അപ്പം നമ്മൾ പറയുന്നത് ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അവസാനത്തെ പറഞ്ഞ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മളും അള്ളാഹുവിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. അത് അവരങ്ങ് അംഗീകരിച്ചാൽ മതി. അത് ചെയ്യുന്നില്ലല്ലോ. അവർ എന്താ ചെയ്യുന്നത്? കേസ് കൊടുക്കുന്നു, കൈ കാലും വെട്ടാൻ നടക്കുന്നത്. എന്തിനാ ചെയ്യുന്നത്? അപ്പോൾ പദ്ധതിയുടെ ഭാഗമാണെന്നുണ്ടെങ്കിൽ പദ്ധതിക്ക് വിടുക. അതവർ ചെയ്യുന്നില്ല. എന്നിട്ട് പിന്നെ പറയുന്നത് ഇസ്ലാം വളരുന്നു എന്ന് പറയും. ഇതെല്ലാം പറയുമ്പോൾ സംഭവിക്കുന്നത് ഒരു കൺഫ്യൂഷനാണ് മൊത്തത്തിൽ. ഇവർക്ക് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ കൊണ്ട് നിർത്തണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തും.